അതെ, നാട്ടിലെ സ്ത്രീകളെയൊക്കെ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തി അവർക്ക് മെസ്സേജുകൾ അയച്ച് അവരെ നിരന്തരമായി വേട്ടയാടി പിന്നീട് അവരെ ഗർഭചിത്രത്തിനടക്കം പ്രേരിപ്പിച്ച് ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി നടന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ ചെറുപ്പക്കാരൻ മാന്യമായി മാറി നിന്നു എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ UDFന്റെ കൺവീനർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം AI മയം അല്ലെങ്കിൽ AI മായ മറിമായ എന്നൊക്കെ പറഞ്ഞു വെക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. പോലീസ് അന്വേഷണം അടക്കം നടക്കുന്ന ഒരു വിഷയമാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികളിൽ ഇപ്പോൾ കോൺഗ്രസ് A ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയാണ്. സഭാ നടപടികളിൽ നിന്നും മാറ്റി നിർത്തരുത് എന്നും മണ്ഡലത്തിലേക്ക് പോകുന്നതിനെ എതിർക്കരുത് എന്നുമാണ് A ഗ്രൂപ്പിന്റെ ആവശ്യം. എന്നാൽ നടപടി എടുത്തില്ലായിരുന്നു എങ്കിൽ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുമെന്നായിരുന്നു VD സതീശൻ പക്ഷത്തിന്റെയും ചെന്നിത്തല വിഭാഗത്തിന്റെയും നിലപാട്. ശ്രീരാജാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീരാജ്, കുറച്ചു മുൻപ് നമ്മളിപ്പോൾ അടൂർ പ്രകാശിന്റെ പ്രതികരണം കേട്ടു. സമാനമായിരുന്നു ഇന്നലെ മുൻ UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം വന്നത്. ആ രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പലിന്റെയും മറ്റ് A ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന പല നേതാക്കളുടെയും ഒക്കെയും പ്രതികരണം വന്നത്. പക്ഷേ ഈ ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ആ മാന്യനായ ചെറുപ്പക്കാരൻ, ആരെയും ഒരു ഉപദ്രവവും ചെയ്യാത്ത, സമൂഹത്തിന് നല്ല സന്ദേശം പകർന്നു നൽകുന്ന ആ മാന്യനായ ചെറുപ്പക്കാരൻ മാറി നിന്നു എന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെയും പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ VD സതീശനും ചെന്നിത്തലയും ഒക്കെ ഒറ്റപ്പെടുകയാണോ? സേതു, എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ വലിയ പ്രതികരണവുമായി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിലപാടുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ A ഗ്രൂപ്പ് വിഭാഗം പറയുന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി അത് ഇത്ര കണ്ട് നടപടി എടുക്കേണ്ടതില്ലായിരുന്നു എന്നൊരു നിലപാടിലേക്കാണ് നിലവിൽ ഈ നേതാക്കൾ എത്തുന്നത്. അവർ പറയുന്നത് രാഹുലിൻ്റെ ഭാഗം എന്താണ് എന്ന് കേൾക്കാൻ ആരും തയ്യാറായില്ല. അതുപോലെ തന്നെ ഒരാൾ പോലും ഇത്തരത്തിൽ രേഖാമൂലമുള്ള പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. എല്ലാം ആരോപണങ്ങൾ മാത്രമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാഹുലിനെതിരെ ഇത്ര കടുത്ത ഒരു നടപടി എടുക്കേണ്ടായിരുന്നു എന്ന നിലപാടിലാണ് നിലവിൽ A ഗ്രൂപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നിയമസഭയിൽ എത്തണ്ട എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഒരാൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്, അയാൾ നിയമസഭയിലേക്ക് എത്തണ്ട എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ MLA തൻ്റെ മണ്ഡലത്തിലേക്ക് എത്താതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ആ മണ്ഡലത്തിലേക്ക് എത്തണമെന്ന നിലപാടിലേക്കും നിലവിൽ ഈ A ഗ്രൂപ്പ് നേതാക്കൾ കടന്നിരിക്കുന്നു. ഇതോടെയാണ് മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച, മാതൃകാപരമെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച പല നേതാക്കളും പിന്നീട് പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നത്. നമുക്കറിയാം, ആ ആരോപണം ഉന്നയിക്കപ്പെട്ട് 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തപ്പോൾ VD സതീശൻ പറഞ്ഞിരുന്നത് ഇതൊരു സാധാരണ നടപടിയല്ല, മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി എന്നായിരുന്നു VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം. എന്നാൽ ഇത്തരത്തിൽ ശക്തമായ നടപടികളെടുത്ത, ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നോക്കം പോകേണ്ടി വന്നു. അത് A ഗ്രൂപ്പിൻ്റെ കടുത്ത സമ്മർദ്ദം മൂലം പലതരത്തിൽ ചിതർക്കിടന്നിരുന്ന A ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുമിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസിനുള്ളിൽ, പാർട്ടിക്കുള്ളിൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കും ആ ശക്തമായ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധവുമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നത്. ഇന്ന് രാവിലെ അടൂർ പ്രകാശ്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാൾ, UDF കൺവീനർ, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അസാധാരണമായ ചില വാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ കോൾ റെക്കോർഡായി പുറത്തു വന്ന ശബ്ദം അത് AI നിർമ്മിതമാണ്. ഇന്നത്തെ കാലത്ത് ആർക്കെതിരെയും എന്ത് രീതിയിലും വേണമെങ്കിലും നിർമ്മിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു AI നിർമ്മിതമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം അടൂർ പ്രകാശ് UDF കൺവീനറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് UDF നേതാക്കൾ പൂർണ്ണമായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ന്യായീകരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി ശബ്ദമുയർത്തിയ നേതാക്കളൊക്കെയും ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ്. മനോഹരമായി ആ ചെറുപ്പക്കാരൻ, ആ മാന്യനായ ചെറുപ്പക്കാരൻ, സമൂഹത്തിന് നല്ല സന്ദേശം പകർന്നു നൽകിയ ചെറുപ്പക്കാരൻ ഞങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് മാറി നിന്നില്ലേ എന്നാണ് UDFന്റെ കൺവീനർ അടക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചോദിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം തലമുതിർന്ന UDF നേതാക്കളും പടക്കം ചെന്ന പാർട്ടിയും മറന്നു പോകാതിരുന്നാൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോകുന്നു.